നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാര്? സി.ആർ. ദാസ്, സുഭാഷ് ചന്ദ്രബോസ്, പോറ്റി ശ്രീരാമലു, വി.പി. മേനോൻ. ആൻസർ വി.പി. മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് വി.പി. മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും വി.പി. മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാർ ലയന കരാർ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും വി.പി. മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാറാണ് ലയന കരാർ. നാട്ടുരാജ്യ വകുപ്പ് അതായത് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്നത് 1947 മെയ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 565ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 565ഓളം നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവയിൽ 3 എണ്ണം ഒഴികെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായി. ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങളാണ് കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങളാണ് കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യമാണ് ഭാവ്നഗർ, ബീക്കാനീർ എന്ന് അഭിപ്രായമുണ്ട്. ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യം ഭാവ്നഗർ, ബീക്കാനീർ എന്ന് ഒരഭിപ്രായമുണ്ട്. ലയന കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം കാശ്മീർ. കാശ്മീർ ഇന്ത്യയിൽ ലയിക്കാൻ സമ്മതിച്ചുകൊണ്ട് ലയനക്കരാർ ഒപ്പുവെച്ച വർഷമാണ് 1947 ഒക്ടോബർ 26. കാശ്മീർ ഇന്ത്യയിൽ ലയിക്കാൻ സമ്മതിച്ചുകൊണ്ട് ലയനക്കരാർ ഒപ്പുവെച്ച വർഷമാണ് 1947 ഒക്ടോബർ 26. ലയനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് കാശ്മീർ. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി ഓപ്പറേഷൻ പോളോ 1948. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ 1948. ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് രാജാ ഹരി സിംഗ്. ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് രാജാ ഹരി സിംഗ്. ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിപ്പിക്കുമ്പോൾ നൈസാം മിർ ഉസ്മാൻ അലി ഖാൻ. ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിപ്പിക്കുമ്പോൾ നൈസാം മിർ ഉസ്മാൻ അലി ഖാൻ. ജുനഗഡിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്നാവശ്യപ്പെട്ട് ഉയർന്നു വന്ന ജനകീയ സമരത്തിൻ്റെ നേതാവ് സമൽദാസ് ഗാന്ധി. ജുനഗഡിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്നാവശ്യപ്പെട്ട് ഉയർന്നു വന്ന ജനകീയ സമരത്തിൻ്റെ നേതാവ് സമൽദാസ് ഗാന്ധി. ജുനഗഡിൽ റഫറൻഡം നടന്നത് 1948 ഫെബ്രുവരി 24. ജുനഗഡിൽ റഫറൻഡം നടന്നത് 1948 ഫെബ്രുവരി 24. ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വന്ന വകുപ്പുകൾ പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ സർക്കാരിന് കൈമാറേണ്ടി വന്ന വകുപ്പുകൾ പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. 1961 പോർച്ചുഗൽ ഇന്ത്യക്ക് കൈമാറിയ അധിനിവേശ പ്രദേശങ്ങൾ ഗോവ, ദാമൻ, ദിയു. അമരജീവി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി പോറ്റി ശ്രീരാമലു. അമരജീവി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി പോറ്റി ശ്രീരാമലു. സ്വരാജ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ സി.ആർ. ദാസ്, മോത്തിലാൽ നെഹ്റു, വിതൽഭായ് പട്ടേൽ, ഹക്കീം അജ്മൽ ഖാൻ, മദൻ മോഹൻ മാളവ്യ. സ്വരാജ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ സി.ആർ. ദാസ്, മോത്തിലാൽ നെഹ്റു, വിതൽഭായ് പട്ടേൽ, ഹക്കീം അജ്മൽ ഖാൻ, മദൻ മോഹൻ മാളവ്യ. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി.ആർ. ദാസ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി.ആർ. ദാസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്.
സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു CR ദാസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു CR ദാസ്. റഫറണ്ടം ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ജുനഗഡ്. റഫറണ്ടം വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ജുനഗഡ്. ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ജുനഗഡ്. VP മേനോനെ പറ്റി നമുക്ക് കുറച്ചൊന്ന് പഠിക്കാം. VP മേനോൻ 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്നു മലയാളി. VP മേനോൻ വാപ്പാല പങ്കുണ്ണി മേനോൻ, അതാണ് ഫുൾ നെയിം. VP മേനോൻ എഴുതിയ പുസ്തകങ്ങളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. VP മേനോൻ ഒഡീഷയുടെ ഗവർണറായ വർഷമാണ് 1951. SCERT പാഠപുസ്തക പ്രകാരം 1952 VP മേനോൻ ഒഡീഷയുടെ ഗവർണറായ വർഷം 1951. SCERT പാഠപുസ്തക പ്രകാരം 1952.